അഭിഷേകമില്ലാത്തവന്റെ നിയന്ത്രണത്തിലേക്ക് ദൈവദാസന്മാര് പോയി കഴിഞ്ഞാൽ ആ സഭയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിവിടുത്തെ ക്ലബിന് സമാപനമാണ്. വരാം, പോകാം, എൻജോയ് ചെയ്യാം. പക്ഷെ ദൈവസഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് കീഴപ്പെടുന്നതാണ്. സ്തോത്രം. ചിലയിടങ്ങളിലെ സ്ഥിരമായിട്ട് ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന, ആമേൻ സ്തോത്രം, സ്ഥിരമായി ദൈവദാസന്മാർക്കെതിരെ ആമേൻ പടപൊരുതുന്ന ചില പ്രിയപ്പെട്ടവരെ മിക്കവാറും ഒക്കെ സഭകളിലുണ്ട്. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, പാപം തലമുറകൾ ബന്ധിക്കപ്പെടുകയാ. പിന്നെ കേരളത്തിൽ നിന്ന് ദൈവദാസന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ടൊന്നും ഒരു വിടുതലും നടക്കത്തില്ല. കർത്താവ് പറയുകയാ, അത് തലമുറയുടെ മേൽ വരൂ. എന്റെ ദാസന്മാർക്ക് നേരെയുള്ള ഉപദ്രവങ്ങൾ അത് തലമുറയ്ക്ക് വിനയായി മാറും. അതുകൊണ്ട് ദൈവസഭയെ ഭയപ്പെടണം. സഭയ്ക്കൊരു ഉടയവനുണ്ട്, സഭയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, സഭയ്ക്കൊരു അനുഭവമുണ്ട്. ആ അനുഭവം യജമാനൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം ദാസന്മാരെ അയക്കുന്നുണ്ട്. ആ ദൈവദാസന്മാരെ ബഹുമാനിച്ചോണം, ആ ദൈവദാസന്മാരെ സ്നേഹിച്ചോണം.